വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 6-ാം തീയതി മെയ് മാസം 2026 രാവിലെ 7:23 ആയിട്ടുണ്ട്. നമ്മൾ രണ്ട് കാര്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ ഈ പോയിന്റ് ഓഫ് കൺട്രോൾ മാർക്കറ്റ് തുടങ്ങുമ്പം എങ്ങനെ നോക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. മൂന്നാമത് രണ്ട് കാര്യം പറഞ്ഞായി. മൂന്നാമത്തത്, നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് വന്നാൽ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണിത്. സിമ്പിൾ സ്ട്രാറ്റജി ഫോർ ഓപ്ഷൻ ബൈയിങ്. ഓപ്ഷൻ സെല്ലിങ്ങിനും നിങ്ങൾക്ക് നോക്കാം, പക്ഷെ ഓപ്ഷൻ ബൈയിങ്ങിന് ഒരു സിമ്പിൾ സ്ട്രാറ്റജി ആണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇത് പിന്തുടരുന്നുണ്ട്. ഈ വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങൾ, കാരണം ഞാനൊരു പ്രൊഫഷണൽ ട്രേഡർ അല്ല, ഞാനൊരു പ്രോ ട്രേഡർ അല്ല, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് കൊണ്ട് ജീവിക്കാനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോസ് അല്ല ഇത്. ഓക്കെ, ഇത് ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പാസീവായിട്ട് എന്നെ കൊണ്ട് എൻ്റെ ക്യാപിറ്റലിൽ ഒരു 10% അല്ലെങ്കിൽ 20% ഒരു മാസം ഏൺ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. അത് ഏറെക്കുറെ ഒരു 85-90% വിജയിക്കുന്നുണ്ട്. ലോസും ഉണ്ട്, പക്ഷെ അത്രയും ലോസ് ഇല്ല. ആദ്യകാലങ്ങളിൽ ലോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം നമുക്ക് ഒരു 15-20% എൻ്റെ ക്യാപിറ്റലിൽ എനിക്ക് മാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഞാൻ കുറേ സ്റ്റഡി ചെയ്ത ഒരു കാര്യമാണ് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കാര്യത്തിൽ ലേലം എന്ന് ആൾറെഡി നമ്മൾ പല വീഡിയോസിലും പറയുന്നുണ്ട്. അതൊരു റേറ്റിൽ ഉറപ്പിക്കും. ആ റേറ്റ് എവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലോട്ട് പോവാം. ഇത് നിങ്ങൾ നിഫ്റ്റി ഫ്യൂച്ചർ ആണ് ഇത് നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, മാർക്കറ്റ് 9:15 തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ സ്പോട്ടിൽ എടുക്കുക. സ്പോട്ടിൽ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇത് സ്പോട്ടിന്റെ ചാർട്ടാണ്, 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. എന്നിട്ട് ഇത് നോക്കിയാൽ ഇന്നലെ നമുക്ക് സ്പോട്ട് ഓപ്പൺ ആയത് 24,055.60 ഇതിലാണ് ഓപ്പൺ ആയത് ഇന്നലെ. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ അഡ്ഡമണി, ഇതിൽ അഡ്ഡമണി മാത്രമേ നിങ്ങൾ നോക്കാവൂ. അല്ല ITM OTM നോക്കാൻ പാടില്ല. അഡ്ഡമണി മാത്രമേ നോക്കാൻ പാടുള്ളൂ. അത് ഏറെക്കുറെ ഒരു 80% എല്ലാ ദിവസവും അത് മാച്ച് ആവും. ഈ അഡ്ഡമണി നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മുടെ ഇവിടെ പറയുമ്പോൾ 24,050 എന്ന് പറയുന്ന അഡ്ഡമണി എത്ര മണിക്കാ? 9:15 അല്ലെ? അഡ്ഡമണി തുടങ്ങിയത് അവിടെയാണ്, ഓപ്പൺ ആയത് അവിടെയാണ്. എന്നില്ല, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്? 24,050 കോളും, അതായത് സിയും 24,050 പുട്ട് പിയും നിങ്ങൾ ചാർട്ടിൽ എടുത്തിടുക. എന്നിട്ട് അവിടെ നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ വരച്ചിടുക. ആ പോയിന്റ് ഓഫ് കൺട്രോൾ പറയുന്ന പ്രൈസിന്റെ മുകളിൽ പി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, എക്സാമ്പിളിന് 100 രൂപ എന്ന് വെച്ചോളൂ. എക്സാമ്പിളിന് 100 രൂപയാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് വിചാരിച്ചോളൂ. ഈ 24,050 കോള് 100 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ സൈഡിലോട്ട് പോകാം. അതല്ല 100 രൂപ പുട്ട് 100 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പുട്ട് സൈഡിലോട്ട് പോകാം. ഇത് നിങ്ങൾ റെഗുലറായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും. ഞാനിത് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. 5 മിനിറ്റിന്റെയോ 3 മിനിറ്റിന്റെയോ 2 മിനിറ്റിന്റെയോ അല്ലെങ്കിൽ 30 മിനിറ്റിന്റെയോ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ ട്രേഡ് എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ നമ്മൾ പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കാനായിട്ടും ചെയ്യാനായിട്ടും. ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ ഇടാൻ കാരണം ഈ ഓപ്ഷന്റെ പ്രീമിയം ഉണ്ടല്ലോ. 10 രൂപ 20 രൂപ 20 രൂപ 30 രൂപ എന്ന് പറഞ്ഞ് മൂവ് ആവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 30 രൂപ 20 രൂപ എന്ന് പറഞ്ഞ് മെൽറ്റ് ആകുന്നുണ്ടല്ലോ. ഇത് നടക്കുന്നത് ഇതിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ആ മെൽറ്റിങ്ങും ആ മൂവ് മുകളിലോട്ടുള്ള മൂവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് ഓപ്ഷന്റെ പ്രൈസ് മൂവ് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടുള്ള ചാർട്ട് ഇവിടെ ഇടുന്നത്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 207 രൂപയാണ്. 207 രൂപയാണ്. അത് നിങ്ങൾ നോക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.